ഗർഭാശയ ഗളാർബുദം അഥവാ സെർവൈക്കൽ ക്യാൻസർ 30 വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീകളിലാണ് ഗർഭാശയ ഗളാർബുദം സാധാരണയായി കണ്ടുവരുന്നത്. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഇൻഫെക്ഷൻ എന്ന അണുബാധയാണ് ഇതിന്റെ ഏറ്റവും കോമൺ ആയുള്ള കാരണമായി കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നത്. വളരെ ചെറിയ പ്രായത്തിലുള്ള ലൈംഗിക ബന്ധം, ഒന്നിൽ കൂടുതൽ ലൈംഗിക പങ്കാളികൾ ഉണ്ടാവുക, അടുപ്പിച്ചടുപ്പിച്ചുള്ള പ്രസവം, പുകവലി ഒക്കെ ഇതിന്റെ റിസ്ക് ഫാക്ടേഴ്സ് ആണ്. ആദ്യ സ്റ്റേജിൽ സെർവിക്കൽ ക്യാൻസറിന് ലക്ഷണങ്ങളൊന്നും തന്നെ ഉണ്ടാകണമെന്നില്ല. ഇടവിട്ടും ക്രമം തെറ്റിയുമുള്ള മാസമുറ, ലൈംഗിക ബന്ധത്തിന് ശേഷമുള്ള രക്തം പോക്ക്, ആർത്തവ വിരാമത്തിന് ശേഷമുള്ള രക്തം പോക്ക്, രക്തം കലർന്ന വെള്ളപ്പോക്ക്, കുറേ കാലങ്ങളായിട്ടുള്ള വെള്ളപ്പോക്ക്, അമിതമായ ക്ഷീണം, മൂത്രതടസ്സം ഒക്കെ ഇതിന്റെ ലക്ഷണങ്ങളാകാം. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് അണുബാധ ഒരിക്കലെങ്കിലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവരിൽ വളരെ സാധാരണയായി കണ്ടുവരുന്ന ഒന്നാണ്. ഇത് എപ്പോഴും ക്യാൻസറിന് കാരണമാകുന്നില്ല. അണുബാധ ഒരു പ്രീ ക്യാൻസർ സ്റ്റേജായി മാറി പിന്നീട് ക്യാൻസർ ആകാൻ 10 മുതൽ 15 വർഷം വരെ എടുക്കാം. അതേപോലെ ഈ സെർവൈക്കൽ ക്യാൻസറിന്റെ ആദ്യ സ്റ്റേജിൽ ലക്ഷണങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അതിനാൽ സെർവൈക്കൽ ക്യാൻസറിൽ സ്ക്രീനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 30 വയസ്സ് മുതലുള്ള എല്ലാ സ്ത്രീകളും സെർവൈക്കൽ ക്യാൻസർ സ്ക്രീനിങ്ങിന് വിധേയരാകേണ്ടതാണ്. ഒരു ലൈംഗിക ബന്ധം തുടങ്ങി 3 വർഷത്തിന് ശേഷം മുതൽ ഒരാൾക്ക് സെർവൈക്കൽ ക്യാൻസർ സ്ക്രീനിങ്ങിന് വിധേയരാകാവുന്നതാണ്. പാപ്സ്മിയർ ടെസ്റ്റാണ് സെർവൈക്കൽ ക്യാൻസർ സ്ക്രീനിങ്ങിനായി ഉപയോഗിക്കുന്നത്.